ഹലോ CUT ആസ്പിരൻസ്. എടാ, നമ്മുടെ ബയോളജിയിൽ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ചാപ്റ്ററിലെ അവിടുന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ? ഈ ക്വസ്റ്റ്യൻ നോക്കാതെ നിങ്ങൾ പോകരുത്. ബിക്കോസ് ഈ കോൺസെപ്റ്റ് നിന്നാണ്, ഈ ഒരു ഭാഗത്ത് നിന്നാണ് എപ്പോഴും നമുക്ക് MCQ കാണാറ്. മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് സ്റ്റാറ്റിൻ. എടാ, സ്റ്റാറ്റിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നില്ലേ? അതൊരു ഫംഗൽ മൈക്രോബ് വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. ദാറ്റ് ഈസ് ഏത് ഫംഗൽ മൈക്രോബാണ്? മൊണാസ്കസ് പെർപ്യൂരസ് എന്ന് പറയാറുണ്ട്. സോ 3 അല്ലേടാ വരിക. ക്ലോട്ട് ബസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസിലൊക്കെ സ്ട്രെപ്റ്റോകൈനേസ് അല്ലേ? സോ അതിലൊരു ബാക്ടീരിയ സ്ട്രെപ്റ്റോകോക്കസ് നമ്മൾ പഠിക്കുന്നുണ്ട്. സ്വിസ് ചീസിനെ റൈപ്പൺ ചെയ്യുന്ന ഫംഗൽ മൈക്രോബ് ഏതാണ്? സ്വിസ് ചീസിനെ റൈപ്പനിങ് അല്ല, സ്വിസ് ചീസിൽ അതിൽ മെയിൻ ആയിട്ട് ലാർജസ്റ്റ് ഹോൾ ലിബറേഷൻ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പഠിക്കുന്നില്ലേ? പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി എന്ന് പഠിക്കുന്നുണ്ട്. സോ നമുക്ക് 4 അല്ലേ വരാം. റൈപ്പനിങ് നമുക്ക് വരുന്നത് ഏതിലാണ്? അത് റോക്കി ഫോർട്ട് ചീസിലാണ്. പെൻസിലിയം റോക്കി ഫോർട്ടിയാണ് മൈക്രോബ് എന്നുള്ള കാര്യം എന്റെ മക്കൾ മനസ്സിലാക്കുക. അതുപോലെ സൈക്ലോസ്പോറിൻ എ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യന്റില് ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളല്ലേ സൈക്ലോസ്പോറിൻ എ. ആ സൈക്ലോസ്പോറിൻ എ ഏത് ഒരു ഫംഗൽ മൈക്രോബ് അല്ലേ നമ്മൾ പഠിക്കുന്നത്? ദാറ്റ് ഈസ് ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന് പറഞ്ഞ സ്പീഷീസ് ആണ് അല്ലെ? പോളിസ്പോറം എന്നുള്ള സ്പീഷീസ് ആണ് കൂടി എന്റെ മക്കൾ അവിടെ മനസ്സിലാക്കി വെക്കണം. സോ 3142 എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലേ ഇടാ വരാം? അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടോ? ദാറ്റ് ഈസ് 3142. ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. സോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സാം ഒക്കെ അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതുക. എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? സോ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഷിഫ്റ്റ് എങ്ങനെയാണോ അത് നിങ്ങൾ അടിപൊളിയാക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ.